അർജുനും അവന്റെ ലോറിയും ആ കുഞ്ഞു കളിപ്പാട്ടവും മലകളാൽ മറഞ്ഞു പോകും മുമ്പുള്ള അവസാന ദൃശ്യം ഇതായിരുന്നിരിക്കും. അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിന്റെ ആദ്യ ദിവസങ്ങളിൽ ന്യൂസ് 18 ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ അഭിലാഷ് തയ്യാറാക്കിയ AI വീഡിയോയാണ് ഇപ്പോൾ കണ്ടത്. അന്ന് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ. ഇന്ന് അർജുന്റെ ലോറിയുടെ ക്യാബിനിൽ നിന്ന് ഒരു കളിപ്പാട്ടം കിട്ടി, ഒരു കൊച്ചു ലോറി. മകൻ അലനു വേണ്ടി അർജുൻ വാങ്ങിയത് ഒരു കേടുപാടും കൂടാതെ ഇരിക്കുന്നു. ഷിരൂരിലുണ്ടായിരുന്നവരെ കണ്ണീരിലാക്കി ആ കാഴ്ച. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഷിരൂരിൽ അർജുന്റെ ലോറിയുടെ ക്യാബിനിൽ കണ്ണീർ കാഴ്ചകൾ. മകനു വേണ്ടി വാങ്ങിയ കളിപ്പാട്ടം ക്യാബിനിൽ, 2 മൊബൈൽ ഫോണുകളും. മൃതദേഹത്തിന്റെ DNA പരിശോധന നടക്കും. പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള ADGPയുടെ റിപ്പോർട്ട് തള്ളി. വീണ്ടും അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെതിരെ DGPയുടെ വിയോജനക്കുറിപ്പും. ADGPയെ മാറ്റാതെയുള്ള അന്വേഷണങ്ങൾ മുഖ്യമന്ത്രിയുടെ കരുതലെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാ ഈ ADGPയോട്. കാരണം അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെല്ലാം. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ADGP ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കരുതലോടുകൂടി ചേർത്ത് നിർത്തുന്നത്. പി ശശിക്കും MR അജിത് കുമാറിനുമെതിരെ നടപടിയില്ലാത്തതോടെ വീണ്ടും പോർമുഖം തുറക്കാൻ PV അൻവർ. പാർട്ടി നിർദ്ദേശം തള്ളി ഇന്ന് മാധ്യമങ്ങളെ കാണും. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സുപ്രീം കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപണം WCCക്ക് നേരെ തിരിച്ച് സിദ്ദിഖ്. അമ്മയുമായുള്ള WCCയുടെ പോരിൽ ഇരയാക്കിയതെന്ന് സിദ്ദിഖ്. ശരിയായ അന്വേഷണം നടത്താതെ പ്രതിയാക്കിയെന്നും പരാതി. നടിയെ ആക്രമിച്ച കേസിൽ 2ാം ഘട്ട വിചാരണ തുടങ്ങി. ദിലീപും പൾസർ സുനിയും വിചാരണയ്ക്ക് ഹാജരായി. ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിൽ ഇസ്രയേൽ കരയുദ്ധം തുടങ്ങാനിരിക്കെ വെടിനിർത്തൽ നിർദ്ദേശവുമായി അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും. 21 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറാകണമെന്ന ആവശ്യം. വ്യോമാക്രമണം തുടരുന്നു. തൃശൂരിൽ പട്ടാപ്പകൽ നടന്ന സ്വർണ്ണ കവർച്ചയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് തട്ടിയെടുത്തത് 2.5 കിലോ സ്വർണം. 3 കാറുകളിലായി പിന്തുടർന്ന് മുഖം മൂടി ധരിച്ച ആക്രമണം. ഷിരൂരിൽ കരയ്ക്കടുപ്പിച്ച അർജുന്റെ ലോറിയിൽ നിന്ന് സാധനങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണീർ കാഴ്ചയാണ് ഷിരൂരിൽ. പുഴയിൽ നിന്ന് കരയ്ക്കെത്തിച്ച ലോറിയുടെ ക്യാബിനിൽ അർജുന്റെ മൊബൈൽ ഫോണുണ്ട്. അതുകൂടാതെ ഏറ്റവും കണ്ണീരായി മാറുന്നത് മകനു വേണ്ടി വാങ്ങിയ ഒരു കളിപ്പാട്ടമാണ്. ഒരു കൊച്ചു ലോറിയാണ് കളിപ്പാട്ടമായി മകൻ അലനു വേണ്ടി അർജുൻ വാങ്ങിയിരുന്നത്. കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങളും ലോറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മൃതദേഹം അർജുന്റേതെന്ന് ഉറപ്പിക്കാനായി DNA പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. മൃതദേഹം നാളെ വൈകിട്ടോടുകൂടി വിട്ടുകിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉള്ളത്. ഗംഗാവലിയിൽ കാണാതായ മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയും ആണ്. ഇപ്പോൾ KV ബൈജു തത്സമയം ഷിരൂരിൽ നിന്ന് ചേരും. അതിനു മുൻപ് ചില പ്രതികരണങ്ങൾ നോക്കാം. അർജുന്റെ സഹോദരി ഇന്ന് സംസാരിച്ചിരുന്നു മാധ്യമങ്ങളോട്. അഞ്ജു മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇപ്പോൾ കേൾക്കാം. നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിൽ നിങ്ങളെല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റിയൊരവസ്ഥയല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, 1ാം ഘട്ട തെരച്ചിലാണെങ്കിൽ അത് അവസാനിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്. അതിൻ്റെ ഇടയിൽ കുടുംബം നേരിട്ട ഈ വ്യാജ വാർത്തകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട്.
യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട്. നമ്മളെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്കൊരൊറ്റ ഉത്തരം അറിയേണ്ടേ ഉള്ളൂ. നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം, എന്നിട്ട് നമ്മൾ മീഡിയന്റെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ളൊരൊറ്റ ഉത്തരം കിട്ടാനാണ്. ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു. കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാം ഘട്ട തെരച്ചിൽ നിർത്തിവെച്ചപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു. എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പം കർണാടകത്താണ്, അവിടുത്തെ സർക്കാരിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആള് രാഘവേട്ടനാണ്. രാഘവേട്ട അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരാണെങ്കിലും സർക്കാരിന്റെ ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നുണ്ട്. കൃഷ്ണപ്രിയ അവൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല. പക്ഷെ അർജുൻ എന്ന് പറഞ്ഞൊരു നഷ്ടം അവൾക്ക് തീരാ നഷ്ടമാണ്. അവൾക്കൊരു ജോലി കൊടുത്ത് നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ നിന്നുണ്ട്. അതേപോലെ നിങ്ങൾ മീഡിയ ആ ഒരു ശിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ. നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അത്രയും ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈശ്വർ മാൽപ്പെ എല്ലാ ആളുകളും എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അർജുന്റെ അടുത്ത് എത്തിപ്പെടാം. ഇനി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി. നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡ്രഡ്ജറിൽ എത്തിച്ച് അഞ്ചുവിനൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നല്ലോ. അപ്പൊ അവർക്ക് പരിമിതി ബോധ്യപ്പെടുത്താനാണോ ശ്രമിച്ചത്, അതോ നടത്തുന്ന പുരോഗതി അറിയിക്കാനായിരുന്നു? പുരോഗതി അറിയിക്കുന്നതിനൊപ്പം തന്നെ SP സാറ് അതായത് ഈ ഒരു ഡ്രഡ്ജിങ് സാധ്യമാക്കാൻ അവരെ പ്രഷർ ചെയ്ത് നമ്മൾ എന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ KC വേണുഗോപാൽ സാർ അടക്കമുള്ള ആളുകളുടെ ഡയറക്റ്റ് പ്രഷറും കാര്യങ്ങളും ഇപ്പൊ രാഘവേട്ട അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് ആ ഒരു എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ അതേമാതിരി അവർക്ക് ആ ലോറി അവിടെയാണ് ഏകദേശം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഉറപ്പ് നമ്മളെയും കൂടി അറിയിക്കാനാണ്. ഇപ്പൊ കുറച്ച് ദിവസം എടുക്കും. നമുക്ക് ഏകദേശം ഇതിന്റെ ഉള്ളിലാണ് ലോറി എന്നുള്ള മനസ്സിലായിട്ട് ഏകദേശം സ്ഥാനം മനസ്സിലായിട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ അത് പതുക്കെ നമുക്ക് സാധ്യമാവുള്ളൂ. ആ കാര്യങ്ങളൊക്കെ അറിയിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവര് വിശദീകരിച്ചു. അവിടെ തന്നെയാണ് കിട്ടിയത്. ആദ്യം ഈ തെരച്ചിലിനൊക്കെ വളരെ വേഗം കുറവാണെന്ന് നമ്മൾ പറയാം. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നിരുന്നു, ഏകോപനം കാര്യങ്ങളൊക്കെ. ഏകോപനം അതൊന്നും അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആരുമല്ല. അപ്പം നമുക്ക് അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പം അതെനിക്ക് ഉത്തരമല്ല. ഇപ്പൊ ഏതായാലും നമുക്ക് ലാസ്റ്റ് ഈ ഡ്രഡ്ജർ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിന്റെ അർജുന്റെ സഹോദരിയായ അഞ്ജുവാണ് ഇപ്പോൾ സംസാരിച്ചത്. ഷിരൂരിൽ ഇപ്പോഴും അർജുന്റെ ക്യാബിനിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ട് എന്നുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും വൈകാരികമായി തോന്നിയ ഒരു കാര്യം അർജുൻ മകൻ അലന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടമാണ്. അത് കേടുകൂടാതെ ക്യാബിനിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ RC ബുക്ക് ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, 2 മൊബൈൽ ഫോണുകൾ, ഇതെല്ലാം അർജുന്റെ ലോറിയുടെ ക്യാബിനിൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അർജുന്റെ ബന്ധുക്കൾ അവിടെയുണ്ട്. അർജുന്റെ സഹോദരി ഭർത്താവായ ജിതിൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ അവിടെ കാർവാർ MLA സ്ഥലത്തുണ്ടായിരുന്നു. ഇവരെല്ലാമാണ് ഈ ക്യാബിൻ പരിശോധിച്ചത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ KV ബൈജു ഉണ്ട് ഷിരൂരിൽ. ബൈജു, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരം? പൂർണ്ണമായിട്ടും കരയോട് അടുപ്പിച്ചിട്ടുണ്ടല്ലോ ഈ ക്യാബിൻ. അതിലെന്തെല്ലാം വസ്തുക്കൾ കാണാൻ കഴിഞ്ഞു ഇപ്പോൾ? തീർച്ചയായും മഞ്ജുഷ, ഇപ്പോൾ ആ ലോറി കരയോട് അടുപ്പിച്ചിരിക്കുന്നു. ദേശീയപാതയോട് അടുത്താണ് ഇപ്പോൾ ആ ലോറി ഉള്ളത്. അതിന്റെ ക്യാബിൻ തകർത്ത് അതിന്റെ അകത്തുള്ള മുഴുവൻ വസ്തുക്കളും പരിശോധിച്ചു. അതിൽ ഏറ്റവും അർജുന്റെ ആ ഒരു കളിപ്പാട്ടം തന്നെയാണ്. നമ്മളൊക്കെ ആ ഒരു തുടക്കത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണത്. ആ ഗ്ലാസിന് മുന്നിൽ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു. തന്റെ 2.5 വയസ്സുള്ള മകൻ അലന് വേണ്ടി വെച്ച ആ കളിപ്പാട്ടം, അതൊരു ലോറി തന്നെയായിരുന്നു. ആ കളിപ്പാട്ടം ഉൾപ്പെടെ ലോറി കുടുംബത്തിന് തിരിച്ചു നൽകിയിരിക്കുന്നു. അത്രത്തോളം അർജുനെ സുരക്ഷിതരാക്കിയിരിക്കുന്നു. അർജുന്റെ 2 മൊബൈൽ
ഫോൺ, അത് രാവിലെ 3:30 വീട്ടിലേക്ക് വിളിച്ചൊരു മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇത്രയും 2 മാസത്തിലധികം ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഈ ലോറി പതിച്ചിട്ടും അതൊക്കെ തിരിച്ചു നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും വൈകാരികമായ കാഴ്ച. ഏതായാലും എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു എന്ന് മുബീൻ ചേരുന്നു. മനാഫിന്റെ സഹോദരനാണ്, ഈ വാഹനത്തിന്റെ RC ഓണറാണ്. ഈ അർജുനുമായി ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ് മുബീൻ. വളരെയേറെ അർജുന്റെ ഓരോ കാര്യങ്ങളും അത്തരത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് മുബീൻ തന്നെ ചേരുന്നു. മുബീൻ, എന്തൊക്കെ വസ്തുക്കളാണ് നമുക്ക് അർജുന്റേതായത് കിട്ടിയത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കളിപ്പാട്ടം അത് ഉൾപ്പെടെ കിട്ടിയല്ലേ? ഒരു മോന്റെ കയ്യിലുണ്ടായിന്, മോന്റെ കയ്യിലുള്ള ഒരു കളിപ്പാട്ടം ഓന്റെ ഓർമ്മക്കായിട്ട് വണ്ടിയിൽ വെക്കണാണ്. ആ കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓന്റെ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുഡിന്റെ ഐറ്റംസ്, സാധനങ്ങൾ ഒക്കെ, അതായത് കിച്ചൺ, വീട്ടിൽ പാത്രങ്ങൾ, മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഒരു വിധം കാര്യങ്ങൾ അതിൽ നഷ്ടപ്പെട്ട കാരണം അർജുന്റെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അർജുന്റെ ഭാര്യയുടെ കുറച്ച് കാര്യങ്ങൾ ഭാര്യയുടെ മോതിരാണോ അറിയില്ല. അർജുന്റെ കയ്യിൽ എപ്പോഴും ഒരു മോതിരം ഉണ്ടായിരുന്നു, ഒരു മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത് ഞങ്ങൾ വാഷ് ചെയ്ത് ഒക്കെ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കി. സാധനം നഷ്ടപ്പെട്ടു. കാരണം ചിലപ്പോൾ ശരീരത്തിലോട്ടാണെങ്കിൽ ഇത്രയും കാലപ്പഴക്കം കൊണ്ട് ഇവിടെ പോയിണ്ടാവും, വെള്ളത്തിലായതുകൊണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അർജുനുമായിട്ട് ആത്മബന്ധം ഒരുപക്ഷെ മനാഫ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, സുഹൃത്താണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, പക്ഷെ നിങ്ങൾ സുഹൃത്താണെന്ന്. ഈ സമയത്ത് അർജുൻ ഇത്രയും ഭക്ഷണത്തിന്റെ ഒരുപാട് പാത്രങ്ങളൊക്കെ നമ്മൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഒരുപാട് ആഹാരം വെച്ച് മറ്റവർക്ക് കൊടുക്കാനൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു ഈ സമയത്ത്? അല്ല, ഓന് എല്ലാവർക്കും ഭക്ഷണം ഞങ്ങളെ ഓന്റെ കൂടെ ഇപ്പോൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ പല ആളുകളും ഞങ്ങളെ വേറെ സ്റ്റാഫുകളോ എല്ലാവരും ഞാൻ വിടലുണ്ട്. അപ്പോൾ ഒരു വീഡിയോ അയച്ചു തരുത്തു. അങ്ങനെ ഒരു നല്ലൊരു ഇതിൽ പോയിക്കൊണ്ട് നിന്നാണ്. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമുള്ള ആളുമായിരുന്നു. ഓന് എപ്പോഴും സാധാ ഡ്രൈവർമാരെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കാനുള്ള മടി ഉണ്ടാവും. പക്ഷെ ഇവനാകുമ്പോൾ ഭക്ഷണം എപ്പോഴും ഉണ്ടാക്കിയിട്ട് അവന് ഒരു പുറമേ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടി അല്ലേ ഓനക്ക് ഓൻ്റെ വാനത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതിൻ്റെ ആളാണ്. പിന്നെ എല്ലാം ഒരു കൃത്യനിഷ്ഠത ഉള്ള ആളായിരുന്നു. ഇന്ന ടൈമിനെത്തി, ഇന്ന ടൈമിന് ഞാൻ അവിടുന്ന് കുളിച്ച് മാറ്റി ഭക്ഷണം ഉണ്ടാക്കി, അങ്ങനെ ഒരു സമയക്രമത്തിൽ പോണ ആളായിരുന്നു. അതുപോലെ കുടുംബത്തിൽ അർജുൻ എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അത് മാത്രമല്ല കളിപ്പാട്ടം മകനോടൊക്കെ അത്രത്തോളം ഇഷ്ടം അതല്ലേ? മോനെ കുറിച്ച് നമ്മളോട് പറയലുണ്ട്. എനിക്ക് അതിന്റെ വീഡിയോ അയച്ചു തന്നീനു, അതിന് ശേഷം വണ്ടിയിൽ വെച്ച വീഡിയോ അയച്ചു തന്നീനു, എന്നോട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. മോനക്കൊരു ഇത് ഞാൻ വാങ്ങിക്കുന്നത്, അതിപ്പോ തൽക്കാലം ഞാൻ ഇങ്ങോട്ടേക്ക് വണ്ടിയിൽ വെക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഈ എല്ലാം കൊണ്ടും നമുക്കൊരു വേദനയുള്ള ദിവസങ്ങളാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ട്. ഇതിന് വാഹനം ലഭിച്ചപ്പോഴും വേദന തന്നെയാണ്. ഇത് അർജുന്റെ പ്രിയപ്പെട്ട വാഹനം അല്ലെ? ഏറ്റവും പുതിയ വാഹനം. ഈ വാഹനം അതെല്ലാം നിങ്ങൾക്ക് തിരികെ തന്നിരിക്കുന്നു അല്ലെ? അതെ 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 അതെ. ഓന് ഓരോ സാധനവും, ഇതിലെ ഓരോ സാധനവും ഓനും ഞാനൊക്കെ പോകുമ്പോൾ ഓരോന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലൊക്കെ ഓന് അപ്പം നന്നാക്കിച്ചുകൊണ്ട് ഇതാക്കിക്കൊണ്ട് കൊണ്ടുനടന്നാണ്. ഞങ്ങൾ ഓരോ സാധനങ്ങളും ഇതിലെ ഓരോ പാർട്സും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട പാർട്സുമാണ്. അതുപോലെ തന്നെ ഓനക്ക് എല്ലാത്തിലും ഞങ്ങളോട് അത്രയും കൂറായിരുന്നു. കാരണം ഞങ്ങൾ സ്വന്തമായിട്ട് മരം കൊണ്ടുവരുന്നതാണ്. ഞങ്ങൾ വേറെ അടുത്ത് വാങ്ങുമ്പോഴൊക്കെ ഞങ്ങളെ സാധനം ഞങ്ങൾക്ക് അത്രയും സുരക്ഷിതമായിട്ട് എത്തിക്കും വേണം. അതിൽ അവിടുന്ന് വാങ്ങണോടത്ത് ചിലപ്പോൾ ചില മരത്തിന്റെ കച്ചവടം, ഞങ്ങൾക്ക് മരത്തിൽ ചിലപ്പോൾ ആകാത്ത മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ ഓരോട് കച്ചറുണ്ടാക്കി ഞങ്ങൾ പറയും. ചിലപ്പോൾ കെറ്റിക്കോളിൽ നിന്ന് പറഞ്ഞാലും കച്ചറുണ്ടാക്കി മരം കൊണ്ടുവരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടായിരുന്നു. മഞ്ജുഷ്, അതാണ് അത്രത്തോളം പ്രിയപ്പെട്ടവനാണ് ഇവർക്കെല്ലാം. ഇനി നമുക്ക് ഈ മറ്റ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. നാളെ വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാൻ കഴിയുമെന്നാണ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റന്നാൾ രാവിലെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും കർണാടക സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കർണാടക പോലീസ് കണ്ണാടിക്കലിലെ വീട് വരെ അനുഗമിക്കുന്നുണ്ട്, ഈ മൃതദേഹത്തിന് അനുഗമിക്കുന്നുണ്ട്. കാർവാർ MLA സതീഷ് സെയിൽ ഒപ്പം SP ഉൾപ്പെടെയുള്ളവർ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വൈകാരികമായ ഒരു യാത്രയപ്പ് അത് നാളെ ഒരുങ്ങുകയാണ് ശിരൂർ. എന്തായാലും ഇപ്പോൾ കാർവാർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. നാളെ ഈ DNA പരിശോധനാ ഫലം വന്നാൽ വൈകിട്ടോടുകൂടി തന്നെ മൃതദേഹം കൊണ്ട് ആ ആംബുലൻസ് കണ്ണാടിക്കലിലേക്ക് പുറപ്പെടും. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ രാവിലെ അവിടെ വീട്ടിലേക്ക് എത്തും. എന്തായാലും അതിന് ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിലാണ് ഇപ്പോൾ പദ്ധതി. വിവരങ്ങൾ നൽകിയത് ഷിരൂരിൽ നിന്ന്. അത് DNA പരിശോധനയുടെ ഫലം വരുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഫലം വന്നു കഴിഞ്ഞാൽ മൃതദേഹം വിട്ടുകൊടുക്കും എന്നായിരുന്നു ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത്. ഇന്നലെ തന്നെ ഇക്കാര്യം അവർ വ്യക്തമാക്കിയതാണ്. 2 ദിവസമാണ് ഇതിനായിട്ട് എടുക്കുക എന്നുള്ള കാര്യവും ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അർജുൻ കാത്തു സൂക്ഷിച്ച ഓർമ്മകളുമായാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ നാട്ടിലേക്ക് മടങ്ങുന്നത്. ഒപ്പം സുഹൃത്തുക്കളുമുണ്ട്. ദിവസങ്ങളായി 70 ദിവസത്തോളമായിട്ട് ഷിരൂരിൽ തങ്ങുന്നവരാണ് ഇവർ.
ഈ ഓർമ്മകൾ അവർക്കൊപ്പം ഉണ്ടായിരിക്കും. അർജുന്റെ വാഹനം, അർജുന് തന്റെ ഇഷ്ടപ്പെട്ട ആ വസ്തു, അതായത് തന്റെ 2.5 വയസ്സുള്ള കുഞ്ഞുമകന് വാങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ തിരികെ നൽകിയിരിക്കുന്നു. എന്തായാലും ഇതെല്ലാം ഓർമ്മകളാണ്. ആ ഓർമ്മകളെല്ലാം കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ ജിതിൻ ഈ വൈകാരികമായ നിമിഷത്തിൽ ജിതിൻ ചേരുന്നു. ജിതിൻ എന്തൊക്കെ വസ്തുക്കളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്? നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് തന്റെ 2.5 വയസ്സുള്ള മകന് വേണ്ടിയ കളിപ്പാട്ടം. അതെ, അത് അർജുൻ്റെ മകൻ അയൻകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവായിരുന്നു. അതിന് ഫേവറേറ്റ് ആയതുകൊണ്ട് അർജുൻ അത് തിരിച്ച് ക്യാബിനിലേക്ക് തന്നെ അവൻ്റെ ഒരു അലങ്കാര വസ്തുവായിട്ട് അത് ക്യാബിനിൽ എപ്പോഴും ഉണ്ടാകുന്ന വാഹനമായിരുന്നു അത്. ഞാൻ ലാസ്റ്റ് തവണ കയറിയപ്പോഴും ആ വാഹനമൊക്കെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും മകന് അവൻ കൂടുതലും വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ തരത്തിലുള്ള ലോറി, അതിനോടനുബന്ധിച്ച വാഹനപരമായിട്ടുള്ള കളിപ്പാട്ടങ്ങളായിരുന്നു കൂടുതലും വാങ്ങിക്കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്ക് അവൻ്റെ 2 മൊബൈൽ ഫോൺ, വാച്ച്, അതടങ്ങിയ പിന്നെ മറ്റു ഡോക്യുമെൻറ്റ്സ്, മറ്റു പാത്രങ്ങളെല്ലാം, ഡ്രസ്സ് എല്ലാം, അവൻ്റെ അവസാനത്തെ ഉപയോഗിച്ച ഡ്രസ്സുകളെല്ലാം ലഭിച്ചു. ഇതൊക്കെ സംബന്ധിക്കുന്നത് വളരെ വളരെ നമുക്ക് ആശ്വാസകരം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം നമ്മളിനി ഓർമ്മയായി, അർജുൻ്റെ ഓർമ്മയായി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ? തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകും. എന്തായാലും ഈ ലോറി, അർജുന്റെ പ്രിയപ്പെട്ട ലോറി, തന്റെ ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം തിരിച്ചു നൽകി എന്നതാണ് ഈ ഇവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കെ വി ബൈജു, ന്യൂസ് 18, ശിരൂർ. കേരളത്തോടൊപ്പം കൂടെ നിന്ന കർണാടക സർക്കാരിന് നന്ദിയുണ്ടെന്ന് അർജുന്റെ സഹോദരി ഭർത്താവായ ജിതിൻ പറയുന്നു. പല വൈകാരിക സന്ദർഭങ്ങളിലൂടെയും കടന്നുപോയത്. ഒടുവിൽ എല്ലാത്തിനും ഉത്തരമായതിൽ സമാധാനമുണ്ടെന്നും ജിതിന്റെ പ്രതികരണം. ഇന്ന് DNA പരിശോധന സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ, എന്താണ് ഇപ്പോൾ നമുക്ക് അധികൃതർ നൽകിയ കാര്യങ്ങൾ? DNA സാമ്പിൾ ഇന്നലെ കർവാർ ഹോസ്പിറ്റലിൽ നിന്ന് അവർ എടുത്തു വച്ചിരിക്കുന്നു. അതുപ്രകാരം തന്നെ ഉബ്ലി എന്ന സ്ഥലത്തേക്കാണ് ഈ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകുന്നതും. നാളെ അല്ലെങ്കിൽ മാക്സിമം മറ്റന്നാൾ എന്നൊരു ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കി നമുക്ക് അർജുന്റെ മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അങ്കോള SI ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അദ്ദേഹം എന്നെ അറിയിച്ചത്. അദ്ദേഹം എന്റെ നമ്പറും വിളിച്ച് ഇത് എത്രയും പെട്ടെന്ന് കഴിയുന്നു അത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പിന്നെ ഈ ലോറി എടുക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്കാരും എല്ലാവരും അറിയാം. എന്നെയും ഞങ്ങൾ ഈ അഭിജിത്താണെങ്കിലും മറ്റാൾക്കാരാണെങ്കിലും ഒരു കുടുംബാംഗങ്ങൾ പോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഇവിടെ കൊണ്ടു നടന്നിരുന്നത്. മാധ്യമ പ്രവർത്തകരുടെ ഒരു സപ്പോർട്ടും ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്നത്തെ ഈ മീറ്റിംഗിൽ തന്നെ ഞാൻ പറയാനുള്ളത്, ഒരുപാട് പേര് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ഉദ്യമത്തിനൊരു അന്ത്യം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നമുക്ക് പറയാനുള്ളത്, 1ാം ഘട്ട തെരച്ചിൽ നമുക്കറിയാമല്ലോ ഏത് തരത്തിലാണ് അവസാനിച്ചത്. അതിൽ പിന്നെ 2ാം ഘട്ട തെരച്ചിൽ തുടങ്ങി. അന്ന് നമ്മൾ അറിയിച്ചത് മൽപ്പയാണെങ്കിലും നേവി ആണെങ്കിലും മുങ്ങിയിട്ടുള്ളൊരു തെരച്ചിൽ ഇനി സാധ്യമല്ല, അത് മനുഷ്യ സഹജമല്ല, അത് അവരുടെ ജീവന് ഭീഷണിയാണ് എന്ന് അവർ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഇവിടുത്തെ ഭരണകൂടവും പോലീസ് സംവിധാനവും അത് സ്റ്റോപ്പ് ആക്കുകയും ഡ്രഡ്ജിംഗ് മൂലം മാത്രമേ ഇനി ഇങ്ങനെ ഒരു മനുഷ്യ സഹജമല്ലാത്ത ഒരു ഡ്രഡ്ജിംഗ് മൂലം മാത്രമേ ഇനി നമുക്ക് ഈ ട്രക്ക് ഉയർത്താൻ പറ്റൂ, അതിൽ അർജുൻ ഉണ്ടെങ്കിൽ അവനെ എടുക്കാൻ പറ്റൂ എന്ന ഒരു കാര്യം അവർ പറയുകയും അതിൽ പ്രകാരം ഇവിടുത്തെ കലക്ടർ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്തു. തുടർന്നാണ് നമ്മൾ കുടുംബത്തിന്റെ ശക്തമായ ആവശ്യപ്രകാരം കോഴിക്കോട് MP ശ്രീ രാഘവേട്ടനും മഞ്ചേശ്വരം MLA AK മഞ്ചേശ്വര MLA തുടക്കം മുതൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതും DK ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ഞങ്ങൾ അത് പ്രകാരം അവിടെ പോയിട്ട് സിദ്ധരാമയ്യെ കാണാൻ സാധിച്ചു. ഞങ്ങൾക്ക് അദ്ദേഹം തന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ, ഇത് ഒരു സ്പെഷ്യൽ കേസാണ്, നിങ്ങൾക്ക് അർജുനെ എടുത്തു തരും, അതായത് ഡ്രഡ്ജിംഗ് മെഷീൻ ഞങ്ങൾ കൊണ്ടുവരും, അതിന് എത്ര രൂപ ചെലവായാലും ഞങ്ങളത് കൊണ്ടുവരും. അവർ കുടുംബത്തിന്റെ കൂടെ തന്നെ നിന്ന് അർജുനെ എടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ നിമിഷം വരെ ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ആ നിർണായക ദിനം. അർജുന്റെ ട്രക്ക് ഉയർത്തി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. അപ്പം
അതിനെല്ലാം ഒരു ഉത്തരം ഇന്നലെയായിട്ട് പല കോണുകളിൽ നിന്ന് ഈ ഡ്രഡ്ജർ കാര്യക്ഷമമല്ല എന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പലരും ഇത് പറഞ്ഞ് നമ്മുടെ ഈ തെരച്ചിലിനെ തന്നെ വഴിതെറ്റിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ ഉറച്ചു നിന്നു. ഇവിടുത്തെ സംവിധാനത്തിന്റെയും ഈ ഡ്രഡ്ജറിന്റെയും ഒരു പൂർണ്ണ വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. അതിനെല്ലാമുള്ള ഉത്തരം നമുക്ക് ഇന്നലെ ലഭിച്ചിരിക്കുന്നു. വൈകാരികമായിട്ടുള്ള പല സന്ദർഭങ്ങളും ഇതിലൂടെ കടന്നുപോയി. പക്ഷേ എല്ലാത്തിനുള്ള ഉത്തരം നമുക്ക് ഇന്നലെ ലഭിച്ചു. എങ്ങനെ ഇപ്പോൾ ഏത് രീതിയിലാണ് അർജുനെ ഇതുള്ള അങ്ങനെ എന്തെങ്കിലും നോക്കാൻ അറിയാൻ പറ്റുന്നുണ്ടോ? അർജുന്റെ ബോഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇനി എന്തെങ്കിലും ഇതിൽ അവശേഷിപ്പുണ്ടോ എന്നുള്ളതുകൂടി നമുക്കൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യണമെന്നുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം തന്നെ മഞ്ചേശ്വരം MLA ഒക്കെ ഇപ്പം അല്പസമയത്തിന് ശേഷം ഇവിടെ എത്തുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മളൊന്നുകൂടി ക്യാബിൻ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടും നമ്മൾ ഒന്നുകൂടി അതൊരു പരിശോധന പൂർണ്ണമായിട്ട് അത് കട്ട് ചെയ്തിട്ട് അർജുൻ്റെതായിട്ടുള്ള അവസാന നാളത്തെ എന്തെങ്കിലും അവന് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കാൻ അതിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി എടുക്കാനുള്ളൊരു നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഇവിടെ അഭ്യർത്ഥിക്കുന്നു. അർജുന്റെ പ്രിയപ്പെട്ട വാഹനമാണ് ഈ കിടക്കുന്നത്. ആ അവസാന നാളുകളിലും അർജുനെ ചേർത്ത് പിടിക്കുന്ന പോലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്? അർജുനെ പുറത്തേക്ക് പോലും അങ്ങനെ പോവാതെ. തീർച്ചയായിട്ടും അർജുനെ ചേർത്ത് പിടിച്ച വാഹനം തന്നെയാണ് ഇത്. പ്രകൃതിയുടെ മുന്നിൽ പോലും അർജുനെ ഞങ്ങൾക്ക് ജീവനോടെ അല്ലെങ്കിലും അവന്റെ കുറെ ഭാഗം നമുക്ക് അവനെ കുറച്ചൊക്കെ അവന്റെ കിട്ടി. അതൊരു ഞങ്ങൾക്കൊരു ആശ്വസിക്കാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം മുൻപോട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അത് അനിവാര്യം തന്നെ ആയിരുന്നു എന്നുള്ളൊരു ആവശ്യം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കുടുംബം ഇത്രയും നേരം ഈ കാര്യത്തിന് വേണ്ടി മുന്നേറിയതും മറ്റുള്ള ആൾക്കാരെ ഇതിനൊക്കെ സഹായിച്ചതും. അർജുന്റെ സഹോദരി ഭർത്താവായ ജിതിനാണ് സംസാരിച്ചത്. ജിതിനോടൊപ്പം തന്നെ അർജുന്റെ സഹോദരനായ അഭിജിത്തും ഷിരൂരിലുണ്ടായിരുന്നു. അഭിജിത്തും ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അർജുന്റെ സഹോദരനാണ് അഭിജിത്താണ്. അഭിജിത്ത് ഇവിടെ തുടക്കം മുതൽ തന്നെ ഇവിടെ വലിയ സങ്കടത്തോടെ, ഒരുപക്ഷെ നമ്മളൊക്കെ അഭിജിത്തിനെ ആശ്വസിപ്പിക്കേണ്ട രീതിയിൽ പലപ്പോഴും തളർന്നു പോകുന്ന അഭിജിത്തിനായിരുന്നു കണ്ടത്. എന്തായാലും അഭിജിത്തിനും കാര്യങ്ങൾ പറയാനുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ നമ്മളെ കാത്തിരിപ്പിന് ഒരു ഫലം ഉണ്ടായിരിക്കുന്നു. ഏതായാലും നമുക്ക് ജീവനോടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. ജീവനോടെ ഉണ്ടാവില്ല ഉറപ്പിച്ചതാണ്. പക്ഷെ ഏട്ടനെ ഇവിടെ വിട്ടേച്ച് പോകാനുള്ളൊരു മനസ്സില്ലേനു. അതാണ് ഈ ഒരു 70 ദിവസമായിട്ട് ഇവിടെ തന്നെ നിന്നത്, ഏട്ടന് വേണ്ടിയിട്ട് കാത്തുന്നത്. അതിനൊരു ഉത്തരമായി ഇനി നാളെ തന്നെ ഏട്ടനെ കൊണ്ട് പോകാന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു ബന്ധം സഹോദരനുമായുള്ള? എന്റെ ഓർമ്മ വെച്ച മുതൽ എന്നെ എടുത്തു വളർത്തിയതും എന്റെ പഠനത്തിന്റെ ആണെങ്കിലും കാര്യത്തിനൊക്കെ ഏട്ടൻ തന്നെയാണ്. അച്ഛന് വയ്യാതായ സമയത്തും ഞങ്ങളെ കുടുംബത്തിനായാലും ഒക്കത്തിനും ഏട്ടൻ തന്നെയാണ് ഉള്ളത്. ഓർമ്മിക്കാന്ന് വെച്ചാൽ 24 മണിക്കൂറും കൂടെയുള്ള ഒരാളെ ഓർമ്മിക്കാതൊക്കെ അപ്പം എന്താ ഉള്ളത്? മൊത്തം ഓർമ്മകൾ തന്നെയാണ്. ഈ ഏറ്റവും അവസാനമുണ്ടായ ഒരു നിമിഷം ഏത് സമയത്തായിരുന്നു അഭിജിത്തുമായി സംസാരിക്കും അല്ലെങ്കിൽ കാണുകയൊക്കെ ചെയ്ത ഒരു നിമിഷം? അതൊന്ന് ഓർമ്മിക്കാം. അതായത് ഈ ഒരു ട്രിപ്പിന് പോകുന്നതിന്റെ തൊട്ടു മുന്നേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് ഞാനും ഏട്ടനും കൂടിയാണ്. അന്നത്തേക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേന്ന് രാവിലെ പോകുന്നത് ഞാൻ കണ്ടില്ല. പൊളിച്ചേക്ക് തന്നെ ഏട്ടൻ പോയിട്ടുണ്ട്. പിന്നെ കണ്ടില്ല. പിന്നീട് ഏറ്റവും അവസാനം വിളിച്ചത് ഈ ഒരു ജൂലൈ 15 ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. ഓഡിയോ 15-ാം തീയതി, അതായത് 16-ാം തീയതി 8:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കറക്റ്റ് 24 മണിക്കൂർ മുന്നേ 15-ാം തീയതി ഞങ്ങൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഏട്ടനോട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ വണ്ടി ഓട്ടാൻ പോവാണ്, വിളിക്കാന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചതാണ്. പിന്നെ 16-ാം തീയതി ഞാൻ സംഭവം അറിയുന്ന ഉച്ചയാകുമ്പോഴാണ്. പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. വെപ്രാളായി അന്ന് രാത്രി ഞാൻ അങ്ങോട്ട് തിരിച്ചതാണ്. അന്ന് മുതൽ ഇന്ന് വരെ കുറേ വേദനകൾ സഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു ഉത്തരമായി. കുറച്ചും കൂടി സങ്കടം സഹിച്ചാലും ഇതിനൊക്കെ ഒരു അവസാനമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ചേട്ടന്റെ അർജുന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം അവസാന നിമിഷത്തിൽ അതിന്റെ ഒരു കാഴ്ച അതെങ്ങനെയാണ് തോന്നുന്നത്? ഏട്ടപ്പോൾ ഈ വണ്ടി നാട്ടിൽ കൊണ്ടുവരാണെങ്കിലും ഒക്കെ ഏട്ടന് എപ്പോഴും വൃത്തിയായി കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ്. അതായത് ഏട്ടൻ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന വണ്ടിയാണ്. എപ്പോഴും വീട്ടിലെത്തിയാലും അതിന്റെ കാര്യങ്ങൾ പറയലും വണ്ടിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയലാണ്. ഏട്ടനെ വിട്ടുകൊടുത്തില്ല വണ്ടി. ഈ ഒരു ഇത്ര വലിയ ദുരന്തത്തിലും ഏട്ടൻ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഞങ്ങൾക്കും കിട്ടി. ചേർത്ത് പിടിച്ചു. ഏട്ടനെ മൊത്തമായിട്ട് തന്നെ ആ വണ്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. മറ്റ് വീട്ടുകാരുടെ സംസാരിച്ചോ? ഇത് കഴിഞ്ഞ ശേഷം അങ്ങനെയായിരുന്നു അഭി സംസാരിച്ചത്? ഞാൻ നല്ല വീട്ടിലേക്ക് വിളിച്ചത്. അമ്മ അച്ഛനും അതിൻ്റെതായ സങ്കടത്തിലാണ്. ഓല് റിക്കവറായി വരുന്നതേനും. പിന്നെ എങ്ങനെ ഒന്നും കൂടി ഇതായി പറഞ്ഞപ്പോൾ ഓൽക്ക് എന്നേക്കുള്ള സങ്കടത്തിനെക്കാട്ടി നല്ലത് കുറച്ച് സങ്കടപ്പെട്ടാലും റെഡി ആവുമല്ലോ. 2-3 മാസം കൊണ്ടൊക്കെ റെഡി ആവുമായിരിക്കും. അതുപോലെ തന്നെ ഈ ദൗത്യം ഇന്നലെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്
ദൗത്യം ഇന്നലെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അല്ലേ? രാവിലെ മുതൽ അതിന്റെ ഒരു സങ്കടം ഉണ്ട്. ചിലപ്പോൾ നിർത്തുവോ അറിയില്ല. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞ 10 ദിവസം തുടരും എന്നാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു സങ്കടം ഉണ്ട്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം. പക്ഷെ ഒരു 10-11 മണിയായപ്പോൾ എന്തോ അതിനുള്ളിൽ കാര്യമായിട്ടുണ്ട് ഞങ്ങൾ മനസ്സിലായി. ഞങ്ങളത് ആദ്യം നമുക്കറിയാലോ, ടാങ്കർ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെയാണ് ഇന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയും പിന്നെ എല്ലാവരും വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. അപ്പം പൊന്തിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏട്ടനും കൂടി ഉണ്ടായിരുന്നപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇന്നലെയൊക്കെ ഉണ്ടായത്. ഇത്ര ദിവസത്തെ കാത്തിരിപ്പിനൊരു അവസാനം. മാണ് തെരച്ചിൽ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ടിട്ട് പോലും അത് തുടരാൻ കാരണമായതും ഇവിടെ വരെ എത്തിച്ചതും. 72 ദിവസമായി അനുഭവിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴും മനാഫ് പറയുന്നത്. ഈ അപകടം നടന്നത് മുതൽ തന്നെ ഈ ശിരൂരിൽ ഇത്തരത്തിൽ ക്യാമ്പ് ചെയ്ത് ഈ ഓരോ രക്ഷാദൗത്യത്തിനും ദൗത്യത്തിനും ഒക്കെ മുന്നിട്ടിറങ്ങിയ മനാഫ് ഏതായാലും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ കുറ്റം പറയുന്നത് അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തിന്, അതായത് താങ്ങാവുന്നതിലപ്പുറം കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നു. പക്ഷെ ഏതൊരു ശക്തി നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞ് കൊണ്ട് നിന്നതാണ്, മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിന്നാണ് അർജുന് ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, അർജുൻ്റെ വാഹനം ഓവറായിട്ട് തകർന്നിട്ടില്ല. ഞാൻ പലവട്ടം പറഞ്ഞാണ്. തെരച്ചിലില്ലാത്ത സമയങ്ങളിൽ ഇവിടെ വാടകയ്ക്ക് വീടെടുത്തിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഡെയിലി എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രൈവറ്റായിട്ട് പല ഭാഗങ്ങളിൽ കൂടി തെരച്ചിൽ നടത്തിയിരുന്നു. കടലിൽ തെരഞ്ഞതാണ്. 8 ദിവസത്തോളം കണ്ടിന്യൂസ് ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ കടൽ മൊത്തം അരിച്ചു പെറുക്കിയതാണ്. അതേമാതിരി കടലിൻ്റെ അതേ സമയത്ത് തന്നെ കരയോ അരിച്ചു പെറുക്കിയതാണ്. മീൻസ് പുഴയിൽ ഈശ്വർ മലപ്പനെ എന്താ പറയുക, ആ സമയത്ത് ആ അധികാരവും അറിയാതെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്താ പറയുക പ്രയത്നിച്ചിട്ടാണ് എന്താക്കുന്നത് ഇതിൻ്റെ ഒരു സ്വന്തം നിഗമനത്തിൽ എത്തുന്നത്. അതായത് ഈ വണ്ടിക്ക് അധികം പരിക്ക് ഇല്ല എന്നുള്ളത്. പരിക്കറിയത് ചപ്പിപ്പോവുള്ളൂ എന്നാണ് ഞാൻ ആദ്യമേ പറയണത്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയണതാണ് അർജുൻ്റെ കണ്ണിൻ്റെ വട്ടത്തെ വണ്ടി പാർക്ക് ചെയ്യുള്ളൂ. ഒരു ചായ കുടിക്കാൻ പോണെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ചായപ്പീടിയയിലേക്ക് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചായപ്പീടിയ അവൻ സെലക്ട് ചെയ്യില്ല. അവൻ ചായപ്പീടിയയിൽ ഇരുന്ന് കസാലയിൽ ഇരിക്കുമ്പം വണ്ടി അവൻ്റെ മുന്നിൽ കാണണം. അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിക്കാൻ എപ്പോഴും പറയുന്നതാണ്. ആ കാര്യത്തിലൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ സൂക്ഷിക്കുന്ന ആളാണ്. പല ആളുകളും പറഞ്ഞിനു ഈ മണ്ണിടിച്ചിലുണ്ടാവുന്നതിൻ്റെ ആ സമയത്ത് പോലും അർജുനെ ചായക്കടയിൽ കണ്ടു, അങ്ങനെ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. എനിക്കറിയുന്നു അവൻ ചായക്കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചായ കുടിക്കുക, വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അവിടുന്ന് പോവും ഉറപ്പായിട്ടും. അവൻ അവിടെ തിരിഞ്ഞ് കളിക്കാനോ ഒന്നിനും നിൽക്കൂല. അതുകൊണ്ട് ചായക്കടലിൻ്റെ മുന്നിൽ വെച്ച് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ തന്നെ അതേമാതിരി തന്നെയാണ് വണ്ടിക്ക് ആ സമയത്ത് അപകടം പറ്റിയത്. അവനെ കിട്ടുന്നതും എന്താ പറഞ്ഞാൽ ഒരു ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കിട്ടുന്നത്. മനാഫിനെ അർജുൻ അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. ഇനി അർജുൻ ഇല്ല. അതായത് ആദ്യ തുടക്കത്തിലൊക്കെ മനാഫ് ഉൾപ്പെടെ പറഞ്ഞത് 5 ദിവസം നമ്മൾ ജീവനോടെ തിരിച്ചു കിട്ടും എന്നൊക്കെ. ഇനി അർജുൻ ഇല്ല, ആ സത്യം ഇത് വന്നിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ സമയത്ത് തിരിച്ചു കിട്ടില്ല എന്ന് ഏകദേശം ഒരു ടൈമിൽ തന്നെ ബോധ്യപ്പെട്ടു പോയി. തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വന്നപ്പോഴാണ് എന്താക്കണത്, ഇത് സ്റ്റാർട്ടിങ് ടൈമിന് ഈ 2 ദിവസം സ്വിച്ച് ഓഫ് ആയ മൊബൈല് പിന്നെ ഓണായി എന്നുള്ള ഒരു ന്യൂസ് വന്നപ്പം അങ്ങനെ ഓണായിട്ടുണ്ടെങ്കിൽ അവനെ ഭൂമിന്റെ ഏത് തട്ടത്തുണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു വാശിപ്പുറത്താണ് കുറച്ച് വൈകാരികമായിട്ട് ഞാൻ പെരുമാറിയത്. അത് പിന്നീട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിയെ പിന്നെ മൊബൈല് ശബ്ദിക്കാതെ ആവുക, അങ്ങനെയൊക്കെയുള്ള എന്താ പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ ആളുകൾ ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് മൊബൈൽ ശബ്ദിച്ചിരുന്നോ, മൊബൈൽ ഇതായിരുന്നോ, ഇതൊന്നും ഇനി വിടി, ആളെ കിട്ടി. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക ആശങ്കകളൊക്കെ വൈമാറി. ആ വീട്ടിലേക്ക് അവനെ എത്തിക്കുന്നതോട് കൂടിയിട്ട് ആ വീട്ടുകാർക്കൊരു സമാധാനമാണ്. ഇനി നമുക്ക് ധൈര്യസമേതം അതിന്റെ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഇതിന്റെ തേർഡ് പാർട്ടി
ഒരു ഡ്രൈവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ്. ഈ വാഹനം ഓടിച്ച ഡ്രൈവർക്ക് കിട്ടേണ്ട അത് വലിയ മോശമില്ലാത്ത ഒരു എമൗണ്ട് അവന് കിട്ടണം. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അമ്മനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അർജുനായിരിക്കും എന്ന് തോന്നിപ്പോവുകയാണ്. പല ഘട്ടങ്ങളിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ തന്നെ ചില സമയത്തേക്ക് ഈ SP ഒക്കെ തല്ലുമ്പോഴും ബാക്കിയുള്ള SP DSP എല്ലാവരുടെ അടുത്തും ഞാൻ അടി വാങ്ങാത്ത ആളില്ല, പരത്തി വാങ്ങിക്കുന്ന അടി. ഈ വാങ്ങിയ അടിക്കൊന്നും എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല, എനിക്ക് മേല് വേനാവില്ല. ഇതൊക്കെ പിന്നിൽ ഏതോ ഒരു ശക്തി ഉണ്ടായതുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ഇതൊന്നും എന്തായാലും ആ കപ്പാസിറ്റിയിലേക്ക് വരൂല. ഞാൻ ഇന്നലെ എങ്ങാനും ആ ഡഡ്ജറിൽ ഓനെ കിട്ടിയില്ലെങ്കിൽ ഇന്നലെ ഡഡ്ജർ പോവുകയാണ് പറഞ്ഞു. എങ്ങാനും പോയിണ്ടെങ്കിൽ ഞാൻ ആജീവനാന്ത കാലം ഈ കുറ്റങ്ങളും ജനങ്ങൾ എന്താ പറയുക കുറച്ച് ജനങ്ങൾ ചാർത്തി തന്ന ഈ പട്ടങ്ങളുണ്ടല്ലോ, ഒരു ഡോണുമാതിരി എന്താ ലോ ക്ലാസ് സ്മഗ്ലർ പോലെ ആയിപ്പോകുന്ന ജീവിതാവില്ല. ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയും കൂടി ആത്മഹത്യ ചെയ്യണ വക്കിലേക്ക് എത്തിച്ച് പോവുകയും അതിന് ദൈവം കച്ചിലാക്കി. അത്ര തന്നെ. എത്ര ആള് പറഞ്ഞ് എല്ല് പോലും കിട്ടൂല എന്ന് പറഞ്ഞില്ലേ. ലോറി ഉടമ മനാഫിന്റെ പ്രതികരണമാണ് കേട്ടത്. വെല്ലുവിളി നിറഞ്ഞ ദൌത്യമായിരുന്നു ഷിരൂരിൽ നടന്നതെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ. തെരച്ചിലിൽ നിർണായകമായത് ഐബോർഡ് പരിശോധനയായിരുന്നുവെന്നും ഇന്ദ്രബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മൾ ഉപയോഗിച്ച സംവിധാനത്തിന്റെ പേരാണ് ഡൈബോർഡ്സ്. അതിന്റെ ഫുൾ ഫോം ആണ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം. ഇത് ഒരു RF ടെക്നോളജി, റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇറ്റ്സ് കോൾഡ് GPR. അതിന് ട്രാൻസ് റിസീവ് ഉണ്ട്. അപ്പോൾ വി ട്രാൻസ്മിറ്റ് റേഡിയോ സിഗ്നൽസ്. ആ റേഡിയോ സിഗ്നൽ ഭൂമിക്ക് അകത്ത് അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് പോയിട്ട് റിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ചു വരും. ആ റിഫ്ലക്റ്റഡ് സിഗ്നേച്ചറിന് ഡിഫറെന്റ് ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് ഉണ്ട് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഒബ്ജക്ട് മെറ്റീരിയൽ. ആ ഡയലക്ട്രിക് പ്രോപ്പർട്ടീനെ നമ്മൾ പിടിച്ചിട്ട് അതിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് വി യൂസ് ഡേറ്റ മൈനിങ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് ട്രൈ ടു ഐഡന്റിഫൈ അതിൽ ഫോറിൻ ഒബ്ജക്ട് ഏതാണ്, നാച്ചുറൽ ഒബ്ജക്ട് ഏതാണ്. ഈ രണ്ട് ഒബ്ജക്റ്റിനെ നമ്മൾ മാറ്റിയെടുക്കുമ്പോഴാണ് ഹൗ ദി ടെക്നോളജി ബേസിക്കലി വർക്ക്സ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ ഐബോർഡ് പരിശോധന തെരച്ചിലിൽ അതിനിർണായകമായി മാറുകയായിരുന്നു. ആദ്യഘട്ടത്തിലെ പരിശോധനയിലും അവസാന ഘട്ടത്തിലെ തെരച്ചിലിലും ഇന്ദ്രബാലന്റെ സാന്നിധ്യവും ഷിരൂരിൽ ഉണ്ടായിരുന്നു. അർജുന്റെ കുടുംബത്തോടൊപ്പം ഇപ്പോൾ MS അനീഷ് കുമാർ ഉണ്ട് കോഴിക്കോട്. അനീഷ്, എന്താണ് ഇപ്പോൾ അർജുന്റെ കുടുംബത്തിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? എപ്പോഴേക്ക് മൃതദേഹം അവിടെ കൊണ്ടുവരും എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് കുടുംബമുള്ളത്? മഞ്ജുഷ, നാളെ രാത്രിയോടുകൂടി ക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുടുംബമുള്ളത്. അതിനുശേഷം റോഡ് മാർഗം തന്നെ ഇവിടേക്ക് പുറപ്പെട്ടാലും ഏതാണ്ട് 12 മണിക്കൂറോളം വേണ്ടിവരും എന്നാണ് കണക്കൂട്ടൽ. പോലീസിന്റെ എസ്കോർട്ടൊക്കെ വെച്ച് ആംബുലൻസിൽ എത്തിച്ചാലും സമയമെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ അർജുന്റെ വീടിന്റെ പിൻവശത്തുള്ള ഒരു സ്ഥലമാണ്. അതിനോട് ചേർന്ന ഒരു ഭാഗം. ഇവിടെയാണ് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നത്. മറ്റ് പുരോഹിതരുടെ കൂടി അഭിപ്രായം എടുത്ത ശേഷമാവും ഏത് സ്ഥാനത്താണ് കൃത്യമായി ഈ മൃതദേഹം സംസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ അത്തരം ചടങ്ങുകൾ നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവുക. എന്തായാലും ഈ പുറം ഭാഗത്താണ് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ളതിനകം അതിനുള്ള സ്ഥാനം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ലോറി ലഭിച്ചപ്പോൾ മുതൽ, ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ മുതൽ നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഈ കുടുംബത്തിനൊരു ആശ്വാസ വാക്ക് നൽകാനായി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട്. കാരണം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി മൃതദേഹം വിട്ടുകിട്ടുന്ന മുറയ്ക്കാവും ആളുകൾ കൂടുതലായും ഇവിടേക്ക് വരിക. എന്നാലും നിരവധി പേർ ഇന്നും എത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി അല്പസമയം കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം, ഈ അപകടം നടന്ന ശേഷം ഈ മത രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ ശ്രേണിയിലുംപ്പെട്ട ആളുകൾ ഇവിടേക്ക് എത്തുകയും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു ദൗത്യം നടക്കുകയും അർജുനെ ലോറിക്കുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിയുകയും ചെയ്ത ഒരു സാഹചര്യം. എന്തായാലും അതൊരു ചെറിയ ആശ്വാസം അല്ലെങ്കിൽ ഒരു സമാധാനമാണ് കുടുംബത്തിന്. കാരണം ഒരിക്കലും തിരികെ വരാതെ ഉള്ള തെരച്ചിലിനേക്കാൾ മെച്ചമാണ് ഇത്തരത്തിൽ മൃതശരീരം ലഭിച്ച് മതകർമ്മങ്ങൾ പൂർത്തിയാക്കി ഒരു വിടവാങ്ങൽ നൽകാൻ കഴിയുക എന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേണ്ടപ്പെട്ട ഒരു ആൾ, തങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് അർജുനെ കരുതിയിരുന്നത്. എല്ലാ കാര്യങ്ങളും തികഞ്ഞ അധ്വാനിയായ രീതിയിൽ
രീതിയിൽ അങ്ങേയറ്റം ആത്മസമർപ്പണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ നമ്മൾ ഈ കാണുന്ന വീടടക്കമുള്ള കാര്യങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് അർജുൻ പടുത്തുയർത്തിയതാണ്. ഒപ്പം നാട്ടുകാർക്കൊക്കെ 2018 പ്രളയകാലത്തേക്ക് 1.5 മാസത്തോളമാണ് ലോറിയിൽ പോകാതെ അല്ലെങ്കിൽ തൻ്റെ ഉപജീവനമാർഗം പോലും മുടക്കി നാട്ടുകാർക്കായി ദുരിത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അർജുൻ സമയം ചെലവഴിച്ചിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരന് അയാൾ അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടി അദ്ദേഹത്തെ യാത്രയാക്കാനാണ് നാട്ടുകാരും കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഉച്ച തിരിഞ്ഞു മുതലൊക്കെ വലിയ തോതിലുള്ള ഒരു ജനപ്രവാഹമാവും ഇവിടേക്ക് ഉണ്ടാവുക. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. പൂരം അലങ്കോലമായതിനെക്കുറിച്ചുള്ള ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് സർക്കാർ തള്ളി. സർക്കാർ വീണ്ടും അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. ADGP MR അജിത് കുമാറിനെതിരെയും അന്വേഷണം ഉണ്ടാവും. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ഇതേക്കുറിച്ചുള്ള ഒരു സൂചന മുഖ്യമന്ത്രി നൽകിയിരുന്നു. റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചു വരികയാണ് എന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയിട്ടുണ്ട് ആഭ്യന്തര സെക്രട്ടറി. തുടർന്ന് ഉടൻ തന്നെ സർക്കാരിന്റെ ഉത്തരവ് ഇതേക്കുറിച്ചുള്ള അടുത്ത അന്വേഷണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ആരായിരിക്കും അന്വേഷണം നയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതിന് പിന്നാലെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അതോടൊപ്പം തന്നെ DGPയുടെ ഒരു വിയോജനക്കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ ഇക്കാര്യവും പരിഗണനയിൽ വന്നിരിക്കുകയാണ് സർക്കാരിന്റെ. അങ്ങനെ ആഭ്യന്തര സെക്രട്ടറി പൂരം അലങ്കോലമായതിനെക്കുറിച്ചുള്ള ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ ഈ അന്വേഷണവും പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിനെതിരെയുള്ള 4ാമത്തെ അന്വേഷണമായിരിക്കും വരുന്നത്. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ പൂരം കലക്കലിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മൗനം പാലിച്ചും ആരോപണങ്ങൾ കണ്ടില്ലെന്നടിച്ചും സ്വയം വെള്ളപൂശിയും ADGP MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ട് തള്ളുകയാണ് സർക്കാർ. സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബിന്റെ ഇടപെടലാണ് ഇതിൽ നിർണായകമായത്. ADGPയുടെ ഇടപെടലിൽ സംശയമുണ്ട്, ദുരൂഹതയുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയത്. പല നിർണായകമായ വിവരങ്ങളിലും അന്വേഷണം ഉണ്ടായിട്ടില്ല. എന്തിന് ADGP MR അജിത് കുമാർ അവിടെ ക്യാമ്പ് ചെയ്തു? ക്യാമ്പ് ചെയ്ത് സാധാരണഗതിയിൽ അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. തൃശൂർ പൂരം നടത്തിയപ്പോൾ കൃത്യമായ ഒരു പ്രോട്ടോക്കോളും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. അത് മറികടന്നുകൊണ്ട് അതെല്ലാം മാറ്റം വരുത്തി MR അജിത് കുമാർ പുതിയ സുരക്ഷാ പ്ലാൻ തയ്യാറാക്കുക എന്നവിടെ ചെയ്തത്. അതാണ് പാളിപ്പോയത്. എന്നിട്ടും അജിത് കുമാർ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടും അജിത് കുമാർ അത് അന്വേഷിച്ചില്ല. ADGP RS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും പൂരം കലക്കലുമായി ബന്ധപ്പെട്ടെന്ന ആരോപണമുണ്ട്. അതിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന വിശ്വാസമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലും അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഗൂഢാലോചന അടക്കം അന്വേഷിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിക്ക് പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ആഭ്യന്തര സെക്രട്ടറിയും ഇതിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. വൈകാതെ അന്വേഷണമുണ്ടാകും. ക്രൈംബ്രാഞ്ച് ADGP ഈ വിഷയം അന്വേഷിക്കാനാണ് സാധ്യത. സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടവും ഇതിലുണ്ടാകും. MR അജിത് കുമാർ നിലപാടുകളെ, അദ്ദേഹത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് റിപ്പോർട്ട്. അജിത് കുമാറിനെതിരെ കൂടുതൽ പരിഗണനയിലാക്കുന്നു. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ വിഷയം കൂടിയാണിത്. CPI RJD അടക്കമുള്ള കക്ഷികൾ ശക്തമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കാൻ, ആഭ്യന്തര വകുപ്പിനെതിരെ അജിത് കുമാറിനെതിരെ ഉന്നയിക്കാൻ ഇടയാക്കിയ വിഷയമാണ്. മുഖ്യമന്ത്രി ഒരു പരിധിവരെ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ നോക്കിയപ്പോഴും ഈ സംസ്ഥാന പോലീസ് മേധാവി ഇടപെടൽ കാര്യങ്ങൾ മാറ്റിമറിക്കുകയാണ്. അജിത് കുമാറിനെതിരെ തന്നെയാകും ഈ അന്വേഷണം നടക്കുക. അജിത് കുമാറിന്റെ ഇടപെടൽ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരും. അജിത് കുമാർ പറഞ്ഞ റിപ്പോർട്ട് അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങാൻ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാകാത്തിടത്താണ് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വളരെ നിർണായകമായ അന്വേഷണം വൈകാതെ സർക്കാർ തീരുമാനമെടുക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യം അറിയിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘം തീരുമാനിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങാൻ തന്നെയാണ് സാധ്യത. അത്രയധികം രാഷ്ട്രീയ സമ്മർദ്ദം ഈ വിഷയത്തിൽ CPM സർക്കാരും നേരിടുന്നുണ്ട്. ADGP MR അജിത് കുമാർ നൽകിയ പൂരം അലങ്കോലമായതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തള്ളിയിരിക്കുകയാണ്. തുടരന്വേഷണം വേണമെന്നുള്ള ശുപാർശയാണ് ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്നത്.
നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ തുടങ്ങി. കോടതിയുടെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ ഹാജരായിട്ടുണ്ട് കോടതിയിൽ. നടൻ ദിലീപും കോടതിയിൽ ഹാജരായി. അടച്ചിട്ട മുറിയിലാണ് വിചാരണ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായതാണ്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഈ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരത്തിന് തന്നെ ഏറെ മാസങ്ങൾ തന്നെ എടുത്തതാണ്. ഇനി പ്രതിഭാഗത്തിന്റെയും അതുപോലെ തന്നെ പ്രതിഭാഗം സാക്ഷികളുടെയും വിസ്താരമാണല്ലോ തുടരേണ്ടത്. ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷ്, ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. രണ്ടാം ഘട്ട വിസ്താരമാണ് ഇപ്പോൾ നടക്കുന്നത്. പൾസർ സുനി ഉൾപ്പെടെ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഹാജരായിട്ടുണ്ട്. ഇന്നത്തെ ഈ പ്രൊസീജിയർ എല്ലാം ഇൻ ക്യാമറ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള വിശദാംശങ്ങൾ ഷൂട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഡീറ്റെയിൽസ് ചെയ്യാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നത്തെ നടപടികൾ, രണ്ടാം ഘട്ട വിചാരണ നടപടികൾ പൂർത്തിയായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നാളെയും വിസ്താരം തുടരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, ഹൈക്കോടതി ദിലീപിനെ, അതായത് അതിജീവിതയുമായി ബന്ധപ്പെട്ട കേസിൽ ഈ 17-ാം തീയതിയാണ് 7.5 വർഷത്തിന് ശേഷം പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുമാത്രമല്ല, ഈ പൾസർ സുനിയെ ജാമ്യത്തിൽ വിടുന്നതിന് വലിയ പ്രശ്നങ്ങളും അതായത് വലിയ നിബന്ധനകളായിരുന്നു സർക്കാർ, കഠിനമായ ജാമ്യ വ്യവസ്ഥകളുമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ രണ്ടാം ഘട്ട വിസ്താരത്തിന് പൾസർ സുനി ഉൾപ്പെടെ നടൻ ദിലീപ്, 8ാം പ്രതിയാണ്, 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഹാജരായിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ദിലീപിനെതിരെ, അതായത് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതം നൽകിയ കേസിൽ ദിലീപ് എതിർകക്ഷി ആയിരുന്നില്ല. വീണ്ടും അതിൽ കക്ഷി ചേരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സർക്കാരിനില്ലാത്ത എന്ത് താല്പര്യമാണ് ദിലീപിന് ഈ കാര്യത്തിൽ ഉണ്ടായത് എന്നൊരു കാര്യം കൂടി ഹൈക്കോടതി ദിലീപിനെ അങ്ങേയറ്റം കഠിനമായി വിമർശിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് ഇന്നലെ തന്നെയാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചതും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ദിലീപ് എതിർകക്ഷി ആകാതിരുന്നതും അത് ചൂണ്ടിക്കാട്ടി. അതായത് അതിൽ പിന്നീട് ദിലീപ്, 8ാം പ്രതിയായിരുന്ന ദിലീപ് ഇതിൽ പിന്നീട് കക്ഷി ചേരുകയായിരുന്നു. 8ാം പ്രതിക്ക് എന്താണ് ഇതിൽ പ്രത്യേക താല്പര്യമുള്ളത് എന്നുള്ള തരത്തിലുള്ള ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. എന്തായാലും മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ നടപടിക്രമങ്ങൾ വല്ലാതെ നീണ്ടുപോകുന്നുണ്ട്. കാരണം 2017 നടി ആക്രമിക്കപ്പെടുന്നതും ഇതിനിടെ നിരവധി പ്രതികളെയും സാക്ഷികളെയും വിസ്തരിച്ചു കഴിഞ്ഞു. നിരവധി പ്രതികളെ, ഒരു ഘട്ടം പൂർത്തിയായിരുന്നു. പ്രതികളെ വിസ്തരിക്കുന്ന വിചാരണ നടത്തുന്നതിൽ ഒരു ഘട്ടം പൂർത്തിയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പൾസർ സുനിക്ക് അതുമായി ബന്ധപ്പെട്ട് ജാമ്യം നൽകിയത്. അതും 7.5 വർഷത്തിന് ശേഷം ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ വിസ്താരം നാളെയും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ രണ്ടാം ഘട്ട വിചാരണ തുടരുകയാണ്. ദിലീപ് ഇന്ന് കോടതിയിൽ ഹാജരായി. പൾസർ സുനിയും ഇന്ന് കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഇന്നലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് WCCക്ക് നേരെയാണ്. WCCയും അമ്മയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് പറയുന്നത്. അതേസമയം സിദ്ദിഖിനെ ഇതുവരെ കണ്ടെത്തുവാനായിട്ട് കേരള പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി 3-ാം ദിവസവും സിദ്ദിഖ് ഒളിവിൽ തന്നെയാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സ്ഥിതിക്ക് സിദ്ദിഖിനെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യുവാൻ കേരള പോലീസ് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടതുള്ളത്. സാധാരണയായി കീഴ്വഴക്കം അനുസരിച്ച് അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകാറില്ല. സുപ്രീം കോടതി മിക്കവാറും തിങ്കളാഴ്ചയോടുകൂടി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുവാനും സാധ്യതയുണ്ട്. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലൈംഗിക പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനെ ഇപ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസത്തിലേക്ക് ഇത് കടന്നിരിക്കുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് മുതൽ പോലീസ് സിദ്ദിഖിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയെങ്കിലും ഇതുവരെയും സിദ്ദിഖിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇത് വലിയ രീതിയിൽ പോലീസിലെ വിമർശനം ഉണ്ടാക്കുന്നുണ്ട്. കാരണം സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സൂചനകൾ ലഭിക്കുന്നു. സിദ്ദിഖിന്റെ മൊബൈൽ ഫോണുകൾ ഈ ഒളിവിൽ പോയ ശേഷം വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വിച്ച് ഓൺ ചെയ്തു. പക്ഷേ കൃത്യമായ ഒരു ടവർ
ഫാബ്രിക്കേഷനോ കാര്യങ്ങളോ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസിന് വിമർശനം ഉയരുന്നുണ്ട്. സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖിനെ സമീപിക്കാൻ വേണ്ടി അവസരം ഒരുക്കുകയായിരുന്നു എന്നുള്ളൊരു ആക്ഷേപവും ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ ആ സമയത്തെല്ലാം തന്നെ കൊച്ചിയിലുണ്ടായിരുന്നു നടൻ. പിന്നീടാണ് ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ ആ സമയം അത്രയും വലിയ രീതിയിലൊരു നിരീക്ഷണമോ ഒന്നും തന്നെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നില്ല. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്നോ കസ്റ്റഡിയിലെടുക്കണമെന്നോ പോലീസിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തന്നെ നേരത്തെ ആകാമായിരുന്നു. എന്തുകൊണ്ട് നിരീക്ഷണം ഏർപ്പെടുത്തിയില്ല എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഏതായാലും ഇതിനകം തന്നെ ശക്തമായിരിക്കുന്നു. ഇത് മായ്ക്കുവാൻ വേണ്ടിയാണ് പോലീസ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ രീതിയിൽ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്നതായി പറയുന്നത്. പക്ഷേ അതൊന്നും ഇതിലേക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. എന്തായാലും സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ ഹർജി ഇന്ന് തന്നെ അത് പരിഗണനയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. മുതിർന്ന അഭിഭാഷക രഞ്ജിത റത്തോഗി വഴിയാണ് ഇതിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മുകുൾ റത്തോഗിയായിരിക്കും സിദ്ദിഖിന് വേണ്ടി ഇവിടെ ഹാജരാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും സിദ്ദിഖ് ഉയർത്തുന്ന ഒരു ആക്ഷേപങ്ങൾ ഇത് വ്യാജമായ ഒരു പരാതിയാണ്. ആദ്യഘട്ടത്തിൽ ഉയർന്ന പരാതിയിൽ ബലാത്സംഗമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് ഉണ്ടായത്. പരാതി നൽകാൻ കാലതാമസമെടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയും തന്നെയും സുപ്രീം കോടതിയിലും ഉയർത്തിക്കൊണ്ടുവരാനാണ് സിദ്ദിഖ് ശ്രമിക്കുന്നത്. അതേസമയം അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. തങ്ങളെ കേൾക്കാതെ ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കരുത് എന്നതാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വാദപ്രതിവാദങ്ങൾ സിദ്ദിഖിനെ എത്ര കണ്ട ഗുണം ചെയ്യുമെന്നതാണ്. പ്രത്യേകിച്ച് സിദ്ദിഖ് ഇപ്പോൾ ഉയർത്തുന്ന കാര്യങ്ങൾ സിനിമാ സംഘടനകൾക്കിടയിലെ തർക്കമാണ്. WCCയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. താൻ അതിന്റെ ഒരു ഇരയായി മാറുകയായിരുന്നു എന്നെല്ലാമാണ് സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഒരു വാദങ്ങൾ ഒരുപക്ഷെ നടന്നേക്കാം. അതോടൊപ്പം തന്നെയാണ് സിദ്ദിഖ് കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞ കാര്യങ്ങളിൽ വളരെ കർശനമായ ഒരു നിലപാടായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ചത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ പരാതി വൈകുന്നു, അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നിശിതമായ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് സിദ്ദിഖിനെ ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരം വാദമുഖങ്ങളെല്ലാം സുപ്രീം കോടതിയിലും ചർച്ചയായേക്കാം. എന്തായാലും സുപ്രീം കോടതിയിൽ സിദ്ദിഖിന് വളരെ നിർണായകം തന്നെയാണ്. സുപ്രീം കോടതി കൂടി ഈ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തുക എന്നതല്ലാതെ മറ്റു വഴികൾ സിദ്ദിഖിന് മുന്നിലില്ല. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ നൽകിയതിൽ പ്രധാനമായും പറയുന്നത് സിനിമാ സംഘടനകൾക്കിടയിലുള്ള തർക്കത്തിന്റെ ഇരയായി താൻ മാറുകയാണ് എന്നാണ്. CPM നിർദ്ദേശം PV അൻവർ MLA അവഗണിക്കുകയാണ്. പരസ്യ പ്രതികരണത്തിന് PV അൻവർ വീണ്ടും തയ്യാറെടുക്കുകയാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹം ഇക്കാര്യം പറയുന്നുമുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നതാണല്ലോ എന്നും അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്നാണ് അൻവർ അറിയിച്ചിരിക്കുന്നത്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ടെന്നും അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്താണ് അൻവർ പറയുന്നത് എന്നാണ് ഇനി അറിയുവാൻ ബാക്കിയുള്ളത്. CB അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇനി കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് അൻവർ നേരത്തെ അറിയിച്ചതാണ്. അതിനുശേഷം പക്ഷേ ഈ DGP അന്വേഷണം വരുന്നുണ്ടല്ലോ, ADGP RSS നേതാക്കളെ കാണുന്നതിനെ കുറിച്ച്. ആ അന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരുന്നു അൻവർ, ഇതൊരു തമാശയാണെന്ന രീതിയിൽ. പക്ഷെ ഇപ്പോൾ എന്താണ് ഇന്ന് പെട്ടെന്ന് ആത്മാഭിമാനമാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ കാരണമായിരിക്കുന്നത്? മഞ്ജുഷ, ഇന്നലെ വൈകുന്നേരമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ അൻവറിനെ തള്ളിക്കൊണ്ട് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത്. അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവത്തോടെ പറയുന്നതെല്ലാം ഗൗരവത്തിലെടുക്കാൻ കഴിയില്ലെന്നും അൻവർ പറയുന്നതിൽ ഒരു മിതത്വം വേണമെന്നും അൻവറിന്റെ വാക്കുകൾ മാധ്യമങ്ങളും വലതുപക്ഷക്കാരും പാർട്ടിക്കെതിരെ ആയുധമാക്കുന്നുവെന്നും ഒക്കെ വലിയ വിമർശനമായിട്ടാണ് MV ഗോവിന്ദൻ ഉന്നയിച്ചത്. ഇത് അൻവർ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹം ഉന്നയിച്ച എടവണ്ണയിലെ റിദാൻ ബാസിൽ വധക്കേസിലെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പുതിയൊരു ഡെവലപ്മെന്റ് അദ്ദേഹം സംഭവവികാസങ്ങൾ അദ്ദേഹം കുറിച്ചിരുന്നു. ഈ കേസിലെ വിചാരണ നിർത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകളോടുള്ള അൻവറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി നേരത്തെ തന്നെ അൻവറിന്റെ നിലപാട് തള്ളിയതാണ്. അതേ നിലപാട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പാർട്ടി അൻവർ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും
അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമായ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും അൻവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ടത്. പാർട്ടി സ്വതന്ത്രനായിട്ടാണ്, ഇടതുപക്ഷ സ്വതന്ത്രൻ അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. കടുത്ത തീരുമാനങ്ങളിലേക്ക് അൻവർ പോകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോ ഇദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ അദ്ദേഹം ഹാജരാക്കുമോ എന്ന് കരുതുന്നുണ്ട്. കാരണം ഓരോ തവണ വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴും അൻവർ ഏതെങ്കിലും വിഷയങ്ങളിൽ കൃത്യമായ രേഖകളും അല്ലെങ്കിൽ മറ്റും വാർത്താ സമ്മേളനങ്ങളിൽ പ്രേക്ഷകർക്ക് എത്തിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത്തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിടാറുണ്ട്. ഇത്തവണയും അത്തരത്തിൽ ഏതെങ്കിലും വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ, അതോ പാർട്ടിക്കെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്താണെങ്കിലും പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് പാർട്ടിയുമായി രമ്യതയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. പുതിയ പോർമുഖം തുറന്ന് തന്റേതായ വഴിയിലൂടെ അൻവർ മുന്നോട്ട് പോകുന്നതിന്റെ സൂചനയായിട്ട് തന്നെ വേണം നമുക്ക് കാണുവാൻ. മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ടാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സ്പീക്കർ എൻ ഷംസീർ, മന്ത്രി പി രാജീവ്, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂരിൽ പട്ടാപ്പകൽ വൻ സ്വർണ്ണ കവർച്ച. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണമാണ് കവർന്നത്. കോയമ്പത്തൂരിൽ നിന്ന് കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് 3 കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം ആക്രമിച്ച് കവർന്നത്. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. ദേശീയപാത പീച്ചി കല്ലിടുക്കിൽ ഇന്നലെ പട്ടാപ്പകൽ 11:15 സംഭവം. കോയമ്പത്തൂരിൽ നിന്നും പണി കഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന 2.5 കിലോ സ്വർണമാണ് കവർന്നത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മൂന്ന് കാറുകളിലായി മുഖം മറച്ചെത്തിയ സംഘമാണ് സ്വർണം തട്ടിയെടുത്തത്. സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു. കാറിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കൈക്കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തി. കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ടുപോയി. കവർച്ചാ സംഘം എത്തിയ കാറുകളിൽ അരുണിനെയും റോജിയെയും കയറ്റി. അരുൺ സണ്ണിയെ പുത്തൂരിലും റോജി തോമസിനെ പാലിയേക്കരയിലും ഇറക്കിവിട്ടു. ന്യൂസ് 18 തൃശൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7025, പവന് 56,200. 18 ക്യാരറ്റ് ഗ്രാമിന് 5840, പവന് 46,720. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പേരുകൊണ്ട് പോലും സുഗന്ധം പരത്തുന്ന ഒരിടമുണ്ട് കൊല്ലത്ത്. വിശാലമായ കായൽപ്പരപ്പും കണ്ടൽക്കാടുകളും നിറഞ്ഞ സാമ്പ്രാണിക്കൊടി ദ്വീപ്. സഞ്ചാരികൾക്ക് ഇഷ്ട ഇടമാണിത്. സാമ്പ്രാണിക്കൊടി ടൂറിസം ഒരുപാട് കാരണങ്ങളുണ്ട് വലിയ ടൂറിസം കേന്ദ്രമായി മാറാൻ. എസ് ബിനീഷിന്റെ റിപ്പോർട്ട് കാണാം. വർഷങ്ങൾക്ക് മുൻപ് കണ്ടൽ ചെടികൾ വളർന്ന് മനോഹരമായ പച്ചപ്പിന്റെ തുരുത്ത് രൂപം കൊണ്ടതോടെ ജനങ്ങൾ ഇവിടെ സാമ്പ്രാണിത്തുരുത്തെന്ന് പേരിട്ട് വിളിച്ചു. DTPCയുടെ നിയന്ത്രണത്തിലുള്ള ഇവിടേക്ക് സ്വദേശികളും വിദേശികളുമായി നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ സാമ്പ്രാണിക്കോടിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്.
സ്വകാര്യ വാഹനത്തിലും ബസ് സർവീസുകളിലും അഞ്ചാലമ്മൂട് വഴി പ്രാക്കുളം സാമ്പ്രാണിക്കോടി എന്ന ഈ മനോഹര തീരത്തേക്കെത്താം. ഒരാൾക്ക് 150 രൂപ ടിക്കറ്റ് എടുത്ത് വിശാലമായ കായൽപ്പരപ്പിലൂടെ ബോട്ട് യാത്ര ചെയ്തു വേണം സാമ്പ്രാണിക്കോടി ദ്വീപിലേക്കെത്താൻ. ജില്ലയിലെ ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രമാണ് ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ കായലിന്റെ നടുക്ക് ഇങ്ങനെ ഇറങ്ങി നിന്ന് ഇതിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഓണസമയങ്ങളിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ ഒരു പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് ഇത്. എന്താ ഇവിടുത്തെ ഒരു പ്രത്യേകത ശരിക്കും പറഞ്ഞു? പ്രത്യേക ജനങ്ങൾ വന്നിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ ഒരു പ്രത്യേക ഇത് തന്നെ ആസ്വദിക്കുന്നവര്. നമ്മുടെ ഇതിൽ ഈ വെള്ളത്തിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വള്ളത്തിലും മറ്റു ബോട്ടുകളിലൊക്കെ പോയല്ലേ ആസ്വദിക്കുന്നത്. ഇത് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അവര് നല്ല രീതിയിൽ ആസ്വദിച്ചാണ് തിരിച്ചു പോകുന്നത്. വലിയ കാഴ്ചയൊന്നുമില്ല. ഇതുപോലെ ഈ ഒരു എവിടം വരെ ഉണ്ട് ഇതേപോലെ ഈ പ്രദേശം മൊത്തം ഞങ്ങൾ താമസിക്കുന്ന ഐലൻഡും ഒക്കെ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ തന്നെ. ഒരുപാട് വ്യാപാരികൾ അതെ വള്ളത്തിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ചേട്ടൻ ഇവിടെ വിളിക്കുന്നുണ്ട്. ചേട്ടാ വള്ളം എങ്ങനെയാ? പാക്കേജ് എങ്ങനെയാ? പാക്കേജ് 50 രൂപ ഓട്ടമുണ്ട്. 3 ഐലൻഡ് കണ്ട് കറങ്ങി വരും. 3 ഐലൻഡ് പിന്നെ കണ്ട് കറങ്ങി വരും 50 രൂപ. കണ്ണൂർക്കാടിന് അകത്തൂടെ ഒക്കെ പോയി അരമണിക്കൂർ ഇറങ്ങി വരും 100 രൂപ. വള്ളത്തിലെ കുഴപ്പമില്ലാത്ത ഓട്ടത്തിന് ഓണമായിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ ഓട്ടം നടന്നു. കുഴപ്പമില്ല. 3 ഐലൻഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് തോമസ് ഐലൻഡ്, ഒന്ന് ഫാത്തിമ ഐലൻഡ്, ഒന്ന് സെന്റ് ജോർജ് ഐലൻഡ്. 3 ഐലൻഡുകളിലൂടെ യാത്ര ചെയ്ത് പോകാനുള്ള വള്ളത്തിന്റെ ഒരു പാക്കേജ് ഒക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്ന് പോലും ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വരുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഏകദേശം 5:30 വരെയാണ് ഇതിന്റെ ഒരു പ്രവർത്തന സമയം. ഇവിടുത്തെ ഐലൻഡ് 5:30 കൂടി ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഈ ഇവിടെ നെല്ലിക്കയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നെല്ലിക്കയൊക്കെ വളരെ ടേസ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ നെല്ലിക്ക തീർന്നു പോയി അല്ലേ ചേച്ചി? ഒരുപാട് പേര് ഉപ്പ് പിടിച്ചിട്ടുണ്ടോ? അടിപൊളി നെല്ലിക്കയാണ്. പക്ഷെ ഇത് മുളകുണ്ടോ ചേച്ചി? ആൾക്കാരൊക്കെ വന്ന് വാങ്ങാറുണ്ടോ നെല്ലിക്കൊക്കെ? നെല്ലിക്കാണ് പ്രിയ. ഇച്ചിരി പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ വന്ന നെല്ലിക്ക കൂടുതലായിട്ട് മേടിക്കും. പിന്നെ ഞായറാഴ്ച വരുമ്പോ കല്ലിമ്മക്കായി ഫ്രൈ ചെയ്തതും കപ്പ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടുത്തെ ഫ്രഷ് സാധനം അന്നേരം ചൂടോടെ അവര് കൊടുക്കാം. വീട്ടിൽ നിന്ന് ചെയ്തോണ്ട് വരും. പക്ഷെ അത് ഉച്ചയോടെ തന്നെ തീരും. എന്നിട്ട് ഫ്രഷ് സാധനമല്ലേ, ഉച്ചയോടെ തന്നെ അതങ്ങ് തീരുകയും ചെയ്യും. അതാണ് മെയിൻ ആയിട്ട്. പിന്നെ മാങ്ങ, ഇത് പൊതുവെ ഉള്ളതല്ലേ മാങ്ങയൊക്കെ. മെയിൻ ആയിട്ട് കപ്പയും. അപ്പോ ഞായറാഴ്ച ദിവസങ്ങളിൽ വരുന്നവർക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. കല്ലുമ്മക്കായും കപ്പയും കൂടെ കൂട്ടി നല്ല വൃത്തിയായിട്ട് കഴിച്ചിട്ടൊക്കെ പോവാം. ഓക്കെ, കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ആശ്രമത്തിനകത്ത് വന്നയാ. ആ ഫ്രണ്ട്സിനെ വിളിച്ചാൽ അവർ പറഞ്ഞു ഇവിടെ ഇവിടെ നല്ല സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വരും. ഇഷ്ടപ്പെട്ടു. 100 കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് 100 കിലോമീറ്റർ ഓടിയാ വന്ന ഇവിടെ. ഞാൻ ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം. അപ്പൊ സാമ്പ്രാണിക്കൊടിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നു. എല്ലാവരും നല്ല സന്തോഷമായിട്ട് തന്നെയാണ് തിരിച്ച് പോകുന്നതും. അതെ. സുനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര.